ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞാൻ ദേ ജോലിക്ക് ഇറങ്ങിയതാണ്. അതിൻ്റെ ഇടക്കാണ് വെയിൽ എന്നെയായിട്ടുള്ള ഈ മത്സരം നടത്തുന്നത്. 26 ഡിഗ്രിയൊക്കെ ക്രോസ് ചെയ്ത് ഇവിടെ ഭയങ്കര ചൂടാണ്. സാധാരണ ജോലി സ്ഥലം എത്തി ക്രോസ് ചെയ്ത് നേരെ ഓഫീസിലേക്ക് നടക്കുക ചെയ്യണം. ഇന്ന് അതിന് വിപരീതമായിട്ട് നമുക്ക് ഈ കടയിലേക്ക് പോവാം. ഇത് ഞാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ അടുത്തുള്ള എടേക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പാണ് കേട്ടോ. ഇവിടെ കയറി നമുക്ക് എന്തെങ്കിലും കുടിക്കാൻ മേടിക്കാം, ഒപ്പം എൻ്റെ കൊളീഗ്സിനും എന്തെങ്കിലും മേടിക്കാം. കഴിഞ്ഞ 4 ദിവസമായിട്ട് ഞാൻ അടുപ്പിച്ച് ഷിഫ്റ്റ് എടുത്തുകൊണ്ടിരിക്കുക. ഷിഫ്റ്റ് എടുക്കുന്നത് പ്രശ്നമില്ല. ഇപ്പോൾ ഷിഫ്റ്റ് കഴിയുന്നത് 2 മണിക്ക് 1 മണിക്കൊക്കെയാണ്. ഞാൻ അവർക്ക് ഐസ്ക്രീം മേടിക്കാമെന്ന് ഓർത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അങ്ങനെ ചോക്കോബാർ അങ്ങനത്തെ ഒരു സംഭവമൊന്നും ഉണ്ടായില്ല. പിന്നെ ഞാൻ ഈ ഒരു കോഫി മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഐസ്ക്രീമൊന്നും കാണാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു വിറ്റാ ലിമോ എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രിങ്ക് എടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ എല്ലാം അതും കൂടെ കുടിക്കാമല്ലോ. പിന്നെ 2 ഇങ്ങനെ ലാറ്റെ കോഫിയും എടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ പുറത്തുനിന്ന് തന്നെ കുടിച്ചു. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടിയുണ്ട് ഹർഷ്. അവളിത് എപ്പോഴും മേടിച്ചുകൊണ്ട് വരാറുണ്ട്. ബാക്കിയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സിനേക്കാളും നല്ലതാണെന്നാണ് അവൾ പറഞ്ഞത്. കുറച്ച് എനർജി കിട്ടും അത്രേ. ഓക്കെ, എനർജി കിട്ടുമെന്ന് ഞാനും നോക്കട്ടെ. ഇന്ന് ജോലി കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും 1 മണി ആയിട്ടുണ്ട്. ഇവിടെ പൊതുവേ 1 മണി 2 മണി 3 മണിക്കൊക്കെ ഞാൻ വർക്കിന് വരാറുണ്ട്. സേഫാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇന്ന് എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി. എനിക്ക് വീട്ടിലേക്ക് വരാണ്ട് ഇനി 3 ബസ് മാറി കയറണം. രാത്രി നമുക്ക് വേറെ സർവീസൊന്നും ഉണ്ടാവില്ല. പിന്നെ ആദ്യത്തെ ബസ് കയറി ഒരു സ്റ്റോപ്പിലേക്ക് എത്തിയപ്പോൾ അവിടെ ഓൾറെഡി ഒരു പയ്യനുണ്ടായിരുന്നു. കണ്ടൊരു 22-23 വയസ്സൊക്കെ ഫീൽ ചെയ്യിക്കുന്ന ഒരു പയ്യൻ. ഇവൻ ഓൾറെഡി അവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. വാട്സാപ്പ് ഗായ്സ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ പോയിരുന്നു. ഞാൻ എൻ്റെ ഫോൺ നോക്കിയിരിക്കുകയായിരുന്നു. വേറെ ഒന്നും ചെയ്യുന്നുണ്ടായില്ല. കുറച്ച് നേരം നോക്കിയപ്പോൾ ഇവൻ എൻ്റെ വീഡിയോ എടുത്ത് സെൽഫി വീഡിയോ എടുത്തിട്ട് എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞു, ആക്ഷൻ കാണിച്ചോ എന്തോ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ തന്നെ ഷൗട്ട് ചെയ്ത്, എന്താ കാണിക്കുന്നത്, എൻ്റെ പ്രൈവസി എന്തിനാ ഇങ്ങനെ ഇതാക്കുന്നതെന്നൊക്കെ ചോദിച്ചു. ഇവൻ ഒരേ സമയം ഞാൻ വീഡിയോ എടുത്തില്ലെന്നും വീഡിയോ എടുത്തു ഡിലീറ്റ് ചെയ്തെന്നും ഞാൻ പ്രൈവസി കളഞ്ഞില്ല എന്നും ഒക്കെ പറയുന്നുണ്ട്. ഞാൻ 2-3 പ്രാവശ്യം ചോദിച്ചു, വീഡിയോ ഡിലീറ്റ് ചെയ്യിച്ചു. ഇതുവരെ എനിക്ക് ഇവിടെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. എൻ്റെ ഓപ്പോസിറ്റ് കുറച്ച് ആളുകളും പോലീസും ഈവൻ കുറച്ച് ബസ്സും കാറൊക്കെ പോകുന്നുണ്ടായിരുന്നു. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ എന്നോട് ചോദിച്ചത്. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഏറ്റുമുട്ടാൻ നിൽക്കരുത്. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. എന്തായാലും 2:30 ഞാൻ വീട്ടിലെത്തി ഫുഡ് കഴിച്ച് കിടന്നു തുടങ്ങി. അപ്പോൾ അത്തുള്ള കാഴ്ച അടുത്തോടെ വീണ്ടും കാണാം.